അപ്പോൾ ഒരു കഴിവുമില്ലാത്ത, ഒരു ക്രെഡിബിലിറ്റിയുമില്ലാത്ത, യാതൊരു ഇതുമില്ലാത്ത വെറും ഒരു എന്താണ് മരവാഴയെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരാളെ പിടിച്ചിരുത്തേണ്ട ഒരു സ്ഥാനമാണോ ഇത്? അങ്ങനെ ഒരാളെ പിടിച്ചിരുത്തിയെങ്കിൽ അത് ആരുടെ മിസ്റ്റേക്കാണ്? അപ്പോൾ അവർ അത് അങ്ങനെ ചെയ്യുമോ? ഇങ്ങനെ ഒരു മഹാപ്രസ്ഥാനം, ആശയ സംവാദങ്ങളുടെയും ഒരു പുരോഗമന ഒരു സമൂഹം രൂപപ്പെടുത്തുന്നതിനുമൊക്കെ ഏറ്റവും ഇങ്ങനെ ഒരു വലിയ ഊർജം നൽകുന്ന ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഒരു ഒന്നുമല്ലാത്ത ഒരുത്തനെ പിടിച്ച് ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇരുത്തും എന്ന് അത് എനിക്കെന്തായാലും കരുതാൻ വയ്യ. അപ്പോൾ എന്തോ ഉണ്ട്. ഇപ്പോൾ ഈ നിശബ്ദതയ്ക്ക് ശേഷം സച്ചിദാനന്ദ മാഷുമായി ബന്ധപ്പെട്ട ഒരു ഇത് വരുന്നു. അദ്ദേഹം ഗവൺമെന്റിനെ തുടർഭരണം പോലും ആവശ്യമില്ല, അത് അനാവശ്യം, അത് ആപത്താണെന്നൊക്കെയുള്ള വളരെ നിശ്ചിതമായ വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയാണ്. ആ മനുഷ്യൻ എത്രയോ കാലമായിട്ട് ഉന്നയിക്കുന്നു. അദ്ദേഹവും സാഹിത്യ അക്കാദമി എന്ന് പറയുന്ന മറ്റൊരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ചെയർമാനാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ യാതൊരു നടപടിയുമില്ല. എൻ്റെ ചില മാധ്യമ സുഹൃത്തുക്കൾ ആ പശ്ചാത്തലത്തിൽ എന്നോട് ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ഈ ആശാസമരത്തെക്കുറിച്ചൊന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ പുറത്താക്കിയല്ലോ, എന്താണ് അവിടെ? അതൊരു ഇരട്ട നീതിയല്ലേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ? ഞാനൊന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. തീർച്ചയായും ഇതൊരു ഇരട്ട നീതി തന്നെയാണ്. ഈ സച്ചിദാനന്ദ മാഷിനെ പോലെ ഒരു മഹാപ്രതിഭയെ, മഹാകവിയോട്ട് എനിക്കൊരു താരതമ്യവുമില്ല. ഞാൻ ഒന്നും താരതമ്യം, ഞാനൊരു കേവലം ഒരു നടൻ മാത്രമാണ്. അദ്ദേഹം മലയാളികൾ മുഴുവൻ അറിയുന്ന, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ കവിതകൾ അറിയും. അങ്ങനെ ഒരു മഹാകവി. പക്ഷെ ഞാൻ അതൊന്നുമില്ല, കേരളത്തിൽ മലയാളികൾ എത്ര പേര് എന്നെ അറിയുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം അതുകൂടെ പറയട്ടെ, അദ്ദേഹം ആയിട്ട് താരതമ്യമല്ല. പക്ഷേ കേരളത്തിലെ സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ഒരേ പ്രാധാന്യമുള്ള രണ്ട് സാംസ്കാരിക സ്ഥാപനങ്ങളാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും സംസ്ഥാന സാഹിത്യ അക്കാദമിയും. അവിടുത്തെ ഒരേ പ്രാധാന്യമുള്ള, ഒരേ പ്രിവിലേജസ് ഉള്ള രണ്ട് ചെയർമാൻമാർ, അക്കാദമിയുടെയും സാഹിത്യ അക്കാദമിയുടെയും ചലച്ചിത്ര അക്കാദമി. താരതമ്യം അല്ല, ഞങ്ങൾ രണ്ട് പേരും തമ്മിൽ ഒരു താരതമ്യവുമില്ല. പക്ഷേ ഈ ഔദ്യോഗിക പദവി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തുല്യ പരിഗണന, തുല്യ പ്രാധാന്യം, തുല്യതയോടെ കാണേണ്ട ഒരേ പ്രാധാന്യമുള്ള രണ്ട് പദവികൾ. അവിടെ ഒരാളോട് ഒരു നീതിയും മറ്റൊരാളോട് മറ്റൊരു നീതിയും. ഇപ്പോൾ ഏറ്റവും അവസാനമായി കേട്ടത് അദ്ദേഹത്തിന് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞതാണ്. ഇവിടുത്തെ എല്ലാ അക്കാദമികളുടെയും സംസ്കാര സ്ഥാപനങ്ങളുടെയും കാലാവധികൾ എന്നോ കഴിഞ്ഞതാണ്. ഇവിടെ ഇതൊരു മാറ്റം വന്നില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ സച്ചിദാനന്ദ മാഷിന് വീണ്ടും നീട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അദ്ദേഹം പറഞ്ഞ നിലപാടുകൾ സർക്കാർ അംഗീകരിക്കുന്നു, അത് ശരിവെക്കുന്നു, അതിനൊരു അംഗീകാരമെന്നോണം അദ്ദേഹത്തിന് വീണ്ടും ഇപ്പോൾ ഇത് നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളെ ഞാനുമൊക്കെ പിന്തുണയ്ക്കാം. അത് പറയട്ടെ. ഇടതുപക്ഷം എപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊടിപിടിക്കുന്നവരും എപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മുൻനിർത്തുകയും ചെയ്യുന്ന എന്ന് പറയുന്ന ആൾക്കാരാണ്. താങ്കൾക്ക് കടുത്ത അവഗണന കിട്ടിയെന്ന് പറയുന്നു. എന്താണ് പറയുന്നുവാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് പ്രേം? അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മന്ത്രി ഒരു വാക്ക് പറയുന്നുണ്ട്, പ്രേംകുമാറിന്റെ വർഷം പറയുന്നുണ്ട്. അതേസമയം എന്താണ് പ്രേംകുമാറിന്റെ അടുത്ത നിലപാട്? പാർട്ടിയുമായിട്ട് യോജിക്കുന്നില്ല അല്ല, എനിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്പേസിൽ തുടരാൻ എനിക്ക് പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു തീരുമാനം. വേറെ ഒരു തീരുമാനത്തിലേക്കും പോയിട്ടില്ല. മറ്റൊരു ചർച്ചകളോ യാതൊരു കാര്യങ്ങളോ അതിനെക്കുറിച്ചില്ല. അഭിപ്രായം എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഒരു സുപ്രഭാതത്തിൽ നിശബ്ദമാകണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് പറയേണ്ട അഭിപ്രായങ്ങൾ പറയണം. അതിന് പറയാൻ പറ്റിയ സ്പേസിൽ മാത്രമേ ഞാൻ നിൽക്കൂ. അത്രയേ ഉള്ളൂ. ഞാനൊരിക്കലും ഒരു രാഷ്ട്രീയം തന്നെ, എൻ്റെ മനസ്സിൽ കൃത്യമായ രാഷ്ട്രീയവും വ്യക്തമായ രാഷ്ട്രീയമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ അതൊരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഒന്നൊന്നും എൻ്റെ മനസ്സിൽ ഇതുവരെയുള്ള ഒരു അജണ്ടയേ അല്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതിപ്പോഴും പറയുകയാണ്. ഞാനൊരു ഉറച്ച ദൈവവിശ്വാസിയാണ്. ഉറച്ച ദൈവവിശ്വാസി. എൻ്റെ ദൈവത്തിൽ ഞാനൊന്നും ഇങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് ഇങ്ങനെ വലിയ ജീവിത വിജയങ്ങളൊക്കെ ഇങ്ങനെ കണക്ക് കൂട്ടി എന്തെങ്കിലും ഭാഗ്യമോതിരങ്ങളോ അങ്ങനെയുള്ള ചരടുകൾ കെട്ടുകയോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്നും ചെയ്യാതെ വളരെ സ്വസ്ഥമായി നിങ്ങളത് പരിശോധിക്കാം. അങ്ങനെയൊന്നുമില്ലാത്ത വളരെ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരാളാണ്. ഒരു ജീവിത വിജയത്തിന് വേണ്ടി ഒരു കുറുക്ക് വഴിയും ആലോചിക്കാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അത്തരം ഒരു തിരഞ്ഞെടുപ്പ് മത്സരം അതൊന്നും എൻ്റെ സ്വപ്നത്തിലേ ഇല്ല. പക്ഷേ നാളെ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് എനിക്ക് ഇന്ന് പറയാൻ പറ്റില്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. ഈ നിമിഷം എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഈ നിമിഷം എൻ്റെ മുമ്പിൽ ബ്ലാങ്കാണ്. വേറെ ഒന്നുമില്ല, ഒരു ചർച്ചയുമില്ല, ഒന്നുമില്ല.